ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികളെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കേരള പാഠാവലിയിൽ ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം എന്ന കഥയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ആ കഥയുടെ ഒരാശയ ലോകം നമ്മൾ ചർച്ച ചെയ്തു. അതിലെ കേന്ദ്ര കഥാപാത്രമായ മിസിസ് തലത്തിനെ കുറിച്ച്, താഴത്ത് കുഞ്ഞിക്കുട്ടി അമ്മയെ കുറിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. ഈ കഥയിലെ മിസിസ് തലത്തിന് ശേഷം കടന്നു വരുന്ന മറ്റ് 2 പ്രധാന കഥാപാത്രങ്ങളാണ് മിസ്റ്റർ തലത്തും സുധീറും. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ ഈ 2 കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ക്രമീകരിക്കുന്നത്. മിസ്റ്റർ തലത്ത്, ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ താഴത്ത് കുഞ്ഞുകുട്ടി അമ്മയെ വിവാഹം കഴിച്ച വ്യക്തിയാണ് മിസ്റ്റർ തലത്ത്. ഇദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ നയതന്ത്ര ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുന്നു. ശാന്തനും പണ്ഡിതനും ഹൃദയാലുവുമായൊരു വ്യക്തിയായിരുന്നു ഡോക്ടർ തലത്ത്. നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും ഒക്കെ ഓർക്കുന്നത് അദ്ദേഹത്തിനൊരു ലഹരിയായിരുന്നു. ഭാരത സംസ്കാരത്തിൽ അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നു എന്നുള്ളതാണ്. നേടുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ സംതൃപ്തി കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ തലത്ത്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന 2 സന്ദർഭങ്ങൾ ഈ കഥയിൽ കടന്നു വരുന്നുണ്ട്. ആ 2 സന്ദർഭങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പാഠഭാഗത്തിന്റെ 4ാമത്തെ പേജിൽ ആദ്യ ഭാഗത്ത് തന്നെ ഒരു സന്ദർഭം നമുക്ക് ശ്രദ്ധിക്കാം. വീട്ടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിന് ഒരു ലഹരിയായിരുന്നു. തന്റെ അമ്മ, തന്റെ അമ്മൂമ്മ എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം പറയാറുണ്ട്, ഡോളി, ഭാരത സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരായിരുന്നു. അവർ കൊടുക്കുവാൻ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. കൊടുക്കുന്നതിൽ നിന്ന് മാത്രം എല്ലാം നേടി. അതുകൊണ്ടാണ് അവർ എപ്പോഴും സംതൃപ്തരായിരുന്നത്. ഡോക്ടർ തലത്തിന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണിത്. ഡോളി എന്ന് വിളിക്കുന്നത് തന്റെ ഭാര്യയെയാണ്. മിസിസ് തലത്തിനെ ഡോക്ടർ തലത്ത് ഡോളി എന്നാണ് വിളിച്ചിരുന്നത്. ഡോക്ടർ തലത്തിന് വീടിനെ കുറിച്ച് ഓർക്കുന്നത്, ബന്ധുക്കളെ കുറിച്ച് ഓർക്കുന്നത്, അമ്മ, അമ്മൂമ്മ ഇവരെ പറ്റിയൊക്കെ ഓർക്കുന്നത് അദ്ദേഹത്തിനൊരു ലഹരിയായിരുന്നു. നാടിനെപ്പറ്റി ഓർക്കുന്നത് അദ്ദേഹത്തിനൊരു ലഹരിയായിരുന്നു. ഭാരതത്തിന്റെ സംസ്കാരത്തിൽ അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഭാരത സ്ത്രീത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അദ്ദേഹം അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അതെടുത്ത് പറയുന്നത്. ഡോക്ടർ തലത്ത് പറയുന്നുണ്ട്, ഭാരത സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരാണ്. എന്തായിരുന്നു അവർക്ക് ലഭിച്ച ഭാഗ്യം എന്നുകൂടി അദ്ദേഹം തൊട്ടു പിന്നാലെ സൂചിപ്പിക്കുന്നു. കൊടുക്കുവാൻ മാത്രമേ അവർ പഠിച്ചിരുന്നുള്ളൂ. കൊടുക്കുന്നതിൽ നിന്ന് തന്നെ അവരെല്ലാം നേടി. അതുകൊണ്ടാണ് അവരുടെ ജീവിതം സംതൃപ്തമായിരിക്കുന്നത്. ഭാരത സ്ത്രീകളുടെ ജീവിതം സംതൃപ്തമാണ്, സന്തോഷകരമാണ്, സമാധാനപരമാണ്. അതിന്റെ കാരണം എന്താണ്? അവർ ഒന്നും നേടാൻ ആഗ്രഹിച്ചില്ല. അവർ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട്, നൽകിക്കൊണ്ട് അവരെല്ലാം നേടുകയാണ് ചെയ്തത്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷമായി അവർ കണ്ടിരുന്നത് മറ്റുള്ളവർക്ക് നൽകുന്നതിനാണ്. ഭാരത സ്ത്രീത്വത്തിന്റെ, ഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയൊരു അടയാളപ്പെടുത്തൽ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നേടുന്നതിനേക്കാൾ കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന സംസ്കാരമായിരുന്നു ഭാരതത്തിൻ്റെത്, ഭാരത സ്ത്രീത്വത്തിൻ്റെത്. ഈ ഒരു സംസ്കാരത്തെ അഭിമാനം കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ തലത്ത്. രക്തബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു അദ്ദേഹം. തന്റെ അമ്മയെക്കുറിച്ചും തന്റെ അമ്മൂമ്മയെക്കുറിച്ചും ഒക്കെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ലഹരിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ വീട്, നാട്, ബന്ധങ്ങള് ഒക്കെ അദ്ദേഹം ഇടയ്ക്ക് ഓർക്കാറുണ്ട്. അത് അദ്ദേഹത്തിനൊരു ലഹരിയാണ്. ഭാരതത്തിന്റെ സംസ്കാരത്തെ അദ്ദേഹം നെഞ്ചിലേറ്റിയിരുന്നു എന്നുള്ളതാണ്. നേടുന്നതിനേക്കാൾ ആ കൊടുക്കുന്നതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ഭാരത സ്ത്രീത്വം, ഭാരത സംസ്കാരം, അതിൽ ഡോക്ടർ തലത്ത് അഭിമാനം കൊണ്ടിരുന്നു.
ഡോക്ടർ തലത്തിന്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭം തന്നെയാണ് നമ്മളിവിടെ കണ്ടത്. മറ്റൊരു സന്ദർഭം കൂടി നമുക്ക് പരിശോധിക്കാം. പാഠഭാഗത്തിന്റെ 6-ാമത്തെ പേജിൽ ആദ്യ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മറ്റൊരു വിഷയത്തിൽ ഈ ഭാഗം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാം. ഡോളി ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായേനെ. സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം അവളുടെ ഒരു ചിരിയിൽ മാഞ്ഞു പോകുന്നു. യഥാർത്ഥ നയതന്ത്ര പ്രതിനിധി അവളാണ്. ഈ ഭാഗത്ത് ഒരു നല്ല ഭർത്താവിനെയാണ് നമുക്ക് ഡോക്ടർ തലത്തിൽ കാണുവാൻ കഴിയുന്നത്. ഭാര്യയെ അംഗീകരിക്കുന്ന, ഭാര്യയുടെ പ്രവൃത്തികളെ പുകഴ്ത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഡോക്ടർ തലത്ത്. ഭാര്യയുടെ പ്രവൃത്തികളെയും സേവനങ്ങളെയും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഭർത്താവായിരുന്നു ഡോക്ടർ തലത്ത് എന്നുള്ളതാണ്. ഔദ്യോഗിക ജീവിതത്തിലെ പല സങ്കീർണതകളിലും തനിക്ക് ആശ്വാസമായിരുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു എന്ന് അദ്ദേഹം കൃത്യമായി അവിടെ പറയുന്നുണ്ട്. ഡോളി ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായേനെ. തന്റെ ഔദ്യോഗിക ജീവിതത്തിലെ എല്ലാ സങ്കീർണതകളും മറികടക്കുന്നതിന് തനിക്ക് താങ്ങായും തണലായും ആശ്വാസമായും നിലനിന്നിരുന്നത് തന്റെ പ്രിയ ഭാര്യയായിരുന്നു. അവളുടെ ഒരു ചിരിയിൽ തന്റെ എല്ലാ സങ്കീർണതകളും മാഞ്ഞു പോകുന്നു. ഭർത്താവിന് വേണ്ടി രൂപപ്പെടുത്തിയ മിസ്സിസ് തലത്തിന്റെ ജീവിതം, ആ ജീവിതത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും കൊടുത്തുകയും ചെയ്യുന്നു ഡോക്ടർ തലത്ത്. ഭർത്താവ് എന്ന നിലയിലും മകൻ എന്ന നിലയിലും ഡോക്ടർ തലത്തിന്റെ വ്യക്തിത്വം ഒരു മാതൃകാപരമായിട്ടുള്ളതാണ്. നാടിനെക്കുറിച്ചും വീടിനെക്കുറിച്ചും ബന്ധുക്കളെക്കുറിച്ചും അഭിമാനമുള്ള, അത് ഓർക്കുന്നത് ലഹരിയായി കാണുന്ന, കൊടുക്കുന്നതിൽ മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരത സ്ത്രീത്വത്തിന്റെ, ഭാരത സംസ്കാരത്തിന്റെ ആ സവിശേഷതയെ, ആ സൗഭാഗ്യത്തെ നെഞ്ചിലേറ്റുന്ന ഒരു ഭാരതീയൻ കൂടിയായിരുന്നു ഡോക്ടർ തലത്ത്. ഭർത്താവ് എന്ന നിലയിൽ ഡോക്ടർ തലത്ത് ഒരു മാതൃകയാണ്. പുത്രൻ എന്ന രീതിയിൽ ഡോക്ടർ തലത്ത് ഒരു മാതൃകയാണ്. ഭാരതീയൻ എന്ന നിലയിൽ ഡോക്ടർ തലത്ത് ഒരു മാതൃകയാണ്. തന്റെ രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ സംസ്കാരത്തെ നെഞ്ചിലേറ്റുന്ന, നാടിനെയും വീടിനെയും അമ്മയെയും അമ്മൂമ്മയെയും ഓർക്കുന്നത് ലഹരിയായി കാണുന്ന, തന്റെ ഭാര്യയുടെ പ്രവൃത്തികളെയും സേവനങ്ങളെയും അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം. ഭാരതീയൻ എന്ന നിലയിലും ഒരു പുത്രൻ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും വിജയിച്ച ഒരു മികച്ച മാതൃകയാണ് ഡോക്ടർ തലത്ത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ രണ്ട് സന്ദർഭങ്ങളും പ്രത്യേകമായി വരച്ചിടുകയും ഡോക്ടർ തലത്തിനെ പറ്റിയുള്ള ഒരു കുറിപ്പ്, ഡോക്ടർ തലത്ത് എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുന്ന ഒരു കുറിപ്പ് കൂടി തയ്യാറാക്കണം. വിശ്വരൂപം എന്ന കഥയിലെ പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രമാണ് സുധീർ. കഥാഗതിയെ നിയന്ത്രിച്ച് കഥയിൽ ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സുധീർ. കഥ ആരംഭിക്കുന്നത് പോലും സുധീറിന്റെ കാഴ്ചകളിലൂടെയാണ്. തലത്തിന്റെ കുടുംബവുമായി ദീർഘകാലത്തെ ബന്ധമായിരുന്നു സുധീറിനുണ്ടായിരുന്നത്. ആ കുടുംബത്തിൽ ഒരു അംഗത്തെ പോലെയായിരുന്നു സുധീർ. വിദേശ രാജ്യങ്ങളിൽ നയതന്ത്ര ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്ന ഡോക്ടർ തലത്തിന്റെ സെക്രട്ടറിയായി നിയമിതനാവുന്ന സുധീർ തലത്തിന്റെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുകയാണ്. പാഠഭാഗത്ത് സുധീറിനെ കുറിച്ച് ഡോക്ടർ തലത്ത് മിസ്സിസ് തലത്തിനോട് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. നമുക്ക് 5ാമതൊരു കുട്ടി കൂടി ഉണ്ടായിരിക്കും. സുധീറിനെ പറ്റി പറയുന്ന വാക്കുകളാണ്. അവൻ അല്പകാലം നമ്മോടൊപ്പം ഉണ്ടായേക്കും എന്നുകൂടി ഡോക്ടർ തലത്ത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ തലത്ത് സുധീറിനെ തന്റെ മകനെ പോലെയാണ് കണ്ടിരുന്നത്. അത്തരത്തിലൊരു ആത്മബന്ധം സുധീറിന് ആ കുടുംബവുമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡോക്ടർ തലത്തിന്റെ മരണശേഷം ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് കടന്നു പോകുന്ന സുധീർ താൻ കടന്നുപോകുന്ന വഴികൾ മറന്നില്ല. ആ ബന്ധങ്ങളെ കൈവിട്ടില്ല. ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചു. ദൃഢമായി തന്നെ മനസ്സിൽ ആ ബന്ധങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സുധീർ നാട്ടിലെത്തുമ്പോൾ
മിസ്സിസ് തലത്തിനെ, മാഡം തലത്തിനെ അന്വേഷിച്ച് വരുന്നത്. ആ ഒരു ഉപകാര സ്മരണ. തന്റെ യജമാനനായിരുന്നു ഡോക്ടർ തലത്ത്. അതുകൊണ്ട് തന്നെ മിസ്സിസ് തലത്ത് തന്റെ യജമാനത്തിയുമാണ്. ആ സ്ഥാനം മിസ്സിസ് തലത്ത് തടുത്തു കുഞ്ഞുകുട്ടിയമ്മയായി മാറിയ ആ രൂപത്തിലും സുധീർ തന്റെ യജമാനത്തിയായി തന്നെ മിസ്സിസ് തലത്തിനെ കാണുകയാണ്. അവസാനം തന്റെ അമ്മയെപ്പോലെ സുധീറിന് മിസ്സിസ് തലത്ത് ആഹാരം നൽകുമ്പോൾ അമ്മയുടെ വിശ്വരൂപം സുധീർ താഴ്ത്തു കുഞ്ഞിക്കുട്ടിയമ്മയിൽ കാണുകയാണ്. അത്തരത്തിൽ ബന്ധങ്ങളെ ദൃഢമായി മനസ്സിൽ സൂക്ഷിക്കുകയും ഉപകാരസ്മരണ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് സുധീർ. സുധീറിന്റെ ഓർമ്മകളിലൂടെയാണ് കഥ വികസിക്കുന്നത്. ഈ കഥയിലെ കഥാനായികയായ മിസ്സിസ് തലത്തിന്റെ ആ വ്യത്യസ്ത ജീവിതാവസ്ഥകളെ വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതും സുധീറാണ്. ഒപ്പം അച്ഛനമ്മമാരെ കുറിച്ചും കുടുംബത്തെക്കുറിച്ചും നല്ല ഓർമ്മകൾ മാത്രമാണ് സുധീറിനുണ്ടായിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഥാകൃത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതും സുധീറിലൂടെയാണ്. സുധീറിന്റെ ചിന്തകളിലൂടെ, സുധീറിന്റെ ഓർമ്മകളിലൂടെ കഥ വികസിക്കുന്നു, കഥ മുന്നോട്ട് പോകുന്നു. കഥാഗതിയെ നിയന്ത്രിക്കുന്നത് സുധീർ എന്ന കഥാപാത്രത്തിലൂടെയാണ്. ഇത്തരത്തിൽ കഥയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നിറഞ്ഞു നിൽക്കുന്ന, കഥാഗതിയെ നിയന്ത്രിക്കുന്ന ഒരു കഥാപാത്രമാണ് സുധീർ. സുധീറിന്റെ ഓർമ്മകളിലൂടെ കഥ മുന്നോട്ട് പോകുന്നു. കഥാകൃത്തിന്റെ മനസ്സും മുഖവും നമുക്ക് സുധീറിൽ കാണുവാനായിട്ട് കഴിയും. കഥാകൃത്തിന്റെ കാഴ്ചപ്പാടുകൾ സുധീറിലൂടെ അവതരിപ്പിക്കുകയാണ്. രക്തബന്ധങ്ങൾക്കപ്പുറത്ത് മനുഷ്യബന്ധങ്ങളെ ദൃഢമാക്കുന്നത് സ്നേഹബന്ധമാണ് എന്ന തിരിച്ചറിവ് വായനക്കാർക്ക് പകരുന്ന ഒരു കഥാപാത്രം കൂടിയാണ് സുധീർ. തലത്തു കുടുംബവുമായിട്ടുള്ള ബന്ധം, ദീർഘകാലത്തെ ബന്ധം, വളരെ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ ആ സ്നേഹബന്ധം മനസ്സിൽ കാത്തു സൂക്ഷിക്കുകയും തന്റെ യജമാനത്തിയെ അന്വേഷിച്ച് എത്തുകയും ചെയ്യുന്ന കഥാപാത്രത്തിലൂടെ ബന്ധങ്ങളെ ദൃഢമായി കാത്തു സൂക്ഷിക്കുന്ന, രക്തബന്ധങ്ങൾക്കപ്പുറത്ത് സ്നേഹബന്ധത്തിലൂടെ ജീവിതത്തിലെ ബന്ധങ്ങളെ ഉറപ്പിച്ചിരുന്ന കഥാപാത്രമായിരുന്നു സുധീർ. സുധീർ എന്ന കഥാപാത്രത്തിലൂടെ കഥാകൃത്ത് വായനക്കാർക്ക് നൽകുന്ന സന്ദേശം രക്തബന്ധങ്ങൾക്കപ്പുറമാണ് സ്നേഹബന്ധം. ജീവിതത്തിൽ ബന്ധങ്ങളെ ഉറപ്പിക്കുന്നത് സ്നേഹമാണ്, സ്നേഹബന്ധങ്ങളാണ്. ഈ ഒരു തിരിച്ചറിവാണ് വായനക്കാർക്ക് സുധീർ എന്ന കഥാപാത്രം പകർന്നു കൊടുക്കുന്നത്. വിശ്വരൂപം എന്ന കഥയുടെ ആഖ്യാന സവിശേഷതകളാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുവാനായി പോകുന്നത്. പാഠഭാഗത്തെ ഒരു സന്ദർഭം നമുക്കൊന്ന് വായിക്കാം. പാഠഭാഗത്തിന്റെ 2-ാമത്തെ പേജിൽ സുധീറിനെ മിസ്സിസ് തലത്ത് തിരിച്ചറിയുന്ന സന്ദർഭം നമുക്കൊന്ന് നോക്കാം. നീയോ സുധീർ, നീ ഇവിടെ ഇപ്പോൾ? ഒരു നീണ്ട തേങ്ങലോടെ അവർ മുന്നോട്ടാഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചു. രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട് തിരിച്ചറിഞ്ഞ് അയാളും അമ്പരന്നിരുന്നു. കഥയിൽ ഒരു നിർണായകമായ മുഹൂർത്തമാണ് ഈ സന്ദർഭം. വൈകാരികമായൊരു മുഹൂർത്തമാണ്. യാദൃച്ഛികമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ. വർഷങ്ങൾക്ക് ശേഷം രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള യാദൃച്ഛികമായൊരു കൂടിച്ചേരലാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കടന്നു വരുന്ന രണ്ട് കഥാപാത്രങ്ങളുടെയും മാനസികാവസ്ഥ ഇവിടെ വ്യക്തമാകുന്നുണ്ട്. രൂപം കൊണ്ട് പിടികിട്ടാത്ത വ്യക്തിയെ സ്വരം കൊണ്ട്, ശബ്ദം കൊണ്ട് തിരിച്ചറിയുന്ന സന്ദർഭമാണ്. വൈകാരികമായൊരു മുഹൂർത്തം വായനക്കാരനിൽ ഒപ്പം ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട്. കാരണം സുധീർ ആരെയോ അന്വേഷിച്ച് എത്തുകയാണ്. പട്ടണത്തിന് ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇടവഴിയിലൂടെ കടന്നു വന്ന് ഒരു വീടിന് മുന്നിലെത്തുന്നു. വീടിന്റെ കതകിൽ മുട്ടി വിളിക്കുന്നു. അകത്ത് കട്ടിൽ കരയുന്ന ശബ്ദം. ഒരു പ്രായമായ സ്ത്രീ വന്ന് വാതിൽ തുറക്കുന്നു. മെലിഞ്ഞ ശരീരം, കഴുത്തിൽ രുദ്രാക്ഷമാല, നെറ്റിയിൽ ഭസ്മക്കുറി. സുധീറിന് ആളെ മനസ്സിലായില്ല.
ആ പ്രായമായ സ്ത്രീക്ക് സുധീറിനെ മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ശബ്ദം കേട്ട് പരസ്പരം തിരിച്ചറിയും, കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. വായനക്കാരൻ അന്തം വിട്ടുപോകും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആരാണിവർ? ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? കഥയുടെ മുന്നോട്ട് പോകുമ്പോൾ കഥയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഇത്തരത്തിൽ അനേകം ചോദ്യങ്ങൾ, ഈ ഒരു സന്ദർഭം അനേകം ചോദ്യങ്ങൾ വായനക്കാരന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിൽ വൈകാരികമായ ഒരു മുഹൂർത്തം ഇവിടെ കഥാകൃത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം വായനക്കാരനിൽ ആകാംക്ഷ ജനിപ്പിക്കുന്നു. കഥാഗതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. പിന്നീട് ഈ പ്രായമായ സ്ത്രീ ആരാണെന്നും സുധീർ ആരാണെന്നും ഇവർ തമ്മിലുള്ള പരിചയം എങ്ങനെയാണെന്നും ഇവരുടെ ഇടയിൽ ആരുടെ ഓർമ്മകളാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നുമുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് ഈ കഥയിലേക്ക് കടന്നു വരുന്നത്. ഒരു ഫ്ലാഷ് ബാക്ക് രീതിയാണ് കഥാരചനയ്ക്ക് കഥാകൃത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കഥയിലെ ഏറ്റവും നിർണായകമായ വൈകാരികമായ ഒരു മുഹൂർത്തമാണ് ഈ ഒരു സന്ദർഭം. ഈ കഥയുടെ ആഖ്യാന സവിശേഷതകളെ കുറിച്ച് എഴുതുമ്പോൾ ഈ ഒരു സന്ദർഭം തന്നെയാണ് ഏറ്റവും ആദ്യം സൂചിപ്പിക്കേണ്ടത്. തുടർന്ന് മറ്റൊരു വാക്യം നമുക്ക് പരിശോധിക്കാം. ഈ കഥ തുടങ്ങുന്ന വാക്യം: പട്ടണത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്തുള്ള ഇടുങ്ങിയ വഴിയുടെ വക്കിൽ ഒരു ചെറിയ വീട്. മുറ്റത്ത് തുളസിത്തറ, ചെത്തിയും മഞ്ഞമന്താരവും തുളസിയും കാടുപോലെ വച്ചു പിടിപ്പിച്ചിരിക്കുന്നു. മുൻവാതിൽ അടച്ചിരിക്കുകയാണ്. എങ്ങും ഒച്ചയനക്കമില്ല. കഥയുടെ തുടക്കത്തിലുള്ള ആദ്യത്തെ ഖണ്ഡികയാണിത്. ഈ ഖണ്ഡിക വായിച്ചാൽ തന്നെ അറിയാം, കഥയുടെ പശ്ചാത്തലം ഒരുക്കുകയാണ് കഥാകൃത്ത്. കഥ എവിടെയാണ് നടക്കുന്നത്, കഥയുടെ പശ്ചാത്തലം എന്താണെന്ന് ആദ്യമേ തന്നെ വായനക്കാരന്റെ മുന്നിലേക്ക് കഥാകൃത്ത് എത്തിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇതും കഥയുടെ ആഖ്യാനത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. മറ്റൊരു വാക്യം ശ്രദ്ധിക്കാം. പാഠഭാഗത്തിന്റെ 2-ാമത്തെ പേജിൽ ആദ്യം തന്നെ: അകത്ത് കട്ടിൽ കരയുന്ന ശബ്ദം കേട്ടു. നേരിയ കാൽവയ്പുകൾ. കതകിന്റെ സാക്ഷ പതുക്കെ നീങ്ങി. നരച്ച ഒരു തല പ്രത്യക്ഷപ്പെട്ടു. കൃശമായ ശരീരം. നെറ്റിയിൽ ഭസ്മക്കുറി, കഴുത്തിൽ രുദ്രാക്ഷമാല. ഈ ഒരു സന്ദർഭം ശ്രദ്ധിച്ചാൽ ലഘുവാക്യങ്ങളാണ് അവിടെ കഥാകൃത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വായനാ സുഖം കിട്ടുന്നുണ്ട്. മറ്റൊന്ന്, ആ സന്ദർഭത്തെ ആ വായനക്കാരന്റെ മനസ്സിലേക്ക് വരച്ചിടുകയാണ് കഥാകൃത്ത്. ഇവിടെ കട്ടിൽ കരയുന്ന ശബ്ദം. അകത്തു നിന്നൊരു കഥാപാത്രം പുറത്തേക്ക് വരുമ്പോൾ, കട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കട്ടിൽ അനങ്ങുന്ന ശബ്ദം. അകത്തു നിന്നും നടന്നു വരുന്ന കാൽവയ്പിന്റെ ശബ്ദം. കതകിന്റെ സാക്ഷ പതുക്കെ നീക്കുന്ന ശബ്ദം. തുടർന്ന് പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുന്ന കഥാപാത്രത്തിന്റെ രൂപം. ഇതെല്ലാം വായനക്കാരന്റെ മനസ്സിലേക്ക് അതേപടി എത്തിക്കുന്ന, വരച്ചിടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ലഘുവാക്യങ്ങളിലൂടെ വായനാസുഖം പകരുകയും ഒപ്പം ആ സന്ദർഭത്തെ വായനക്കാരന്റെ മനസ്സിലേക്ക് വരച്ചിടുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. ഈ കഥയുടെ ആഖ്യാനത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ലഘുവാക്യങ്ങൾ. വായനാസുഖം പകരുന്ന ലഘുവാക്യങ്ങളും ഒപ്പം സന്ദർഭങ്ങളെ വായനക്കാരന്റെ മുന്നിലേക്ക് വരച്ചിടുകയും ചെയ്യുന്ന വർണ്ണനയും. ഇത് ഈ കഥയുടെ ആഖ്യാനത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. മറ്റൊരു വാക്യത്തിലേക്ക് പോകാം. കഥയുടെ 4-ാമത്തെ പേജിൽ അവസാന ഭാഗം സുധീറിന് മിസ്സിസ് സ്ഥലത്ത് കാപ്പി കൊടുക്കുന്ന സന്ദർഭമാണ്. ഒരു ഓട്ട് ഗ്ലാസ്സിൽ ചൂടുള്ള കാപ്പിയും താലത്തിൽ നെയ്യപ്പവും മലരുമായി മാടം തലത്തുമെല്ലാം നടന്നു വന്നു. പണ്ട് തന്റെ അമ്മ നടന്നു വരാറുള്ളതുപോലെ പലഹാരം അയാളുടെ കയ്യിൽ കൊടുത്തു. ഒരു വൈകാരികമായ സന്ദർഭമാണിത്. ഇതുവരെ മിസ്സിസ് സ്ഥലത്തിൽ കാണാത്ത ഒരു ഭാവം സുധീർ അവിടെ കാണുന്നു. മിസ്സിസ് സ്ഥലത്തിൽ അമ്മയുടെ ഭാവം സുധീർ കാണുന്ന ഒരു രംഗമാണ്. വൈകാരികമായ ഒരു രംഗം. വൈകാരിക സന്ദർഭത്തിന് ഉചിതമായ ഭാഷയും വാക്കുകളുമാണ് കഥാകൃത്ത് ഈ സന്ദർഭത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഇതും ഈ കഥയുടെ ആഖ്യാന രീതിയുടെ ഒരു പ്രത്യേകതയാണ്. വൈകാരിക സന്ദർഭത്തിന് ഉചിതമായ ഭാഷ കഥാകൃത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ ആഖ്യാനപരമായ പല സവിശേഷതകളും ഈ കഥയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും. ഈ 4 സന്ദർഭങ്ങളും സൂചിപ്പിച്ചുകൊണ്ടും കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തിക്കൊണ്ടും വിശ്വരൂപം എന്ന കഥയുടെ ആഖ്യാനപരമായ സവിശേഷതകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കണം. ഈ 4 സന്ദർഭങ്ങൾ വിട്ടുപോകരുത്. മറ്റ് സന്ദർഭങ്ങൾ കൂടി നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. അവസാനമായി
ഈ കഥ നൽകുന്ന ചില പാഠങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ പാഠഭാഗത്തിന്റെ പഠനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വിശ്വരൂപം എന്ന കഥ ചില സന്ദേശങ്ങൾ, ചില പാഠങ്ങൾ നമുക്ക് പകരുന്നുണ്ട്. ഒരു വരി ഞാൻ വായിക്കാം. ചെറുപ്പത്തിൽ അവരെന്നെ ബോർഡിങ്ങിലാക്കി, വളർന്നപ്പോൾ ഞാൻ അവരെ വൃദ്ധസദനത്തിലാക്കി. ഈ വരികൾ നൽകുന്ന ആശയം ഈ കഥയിൽ കടന്നു വരുന്നുണ്ട്. മിസ്സിസ് തലത്ത് തന്റെ മക്കളെ ബോർഡിങ്ങിലും ഹോസ്റ്റലിലുമൊക്കെ ആക്കിയാണ് വളർത്തിയത്. വലുതായപ്പോൾ മക്കൾ 4 പേരും 4 വഴിക്കാണ്. അമ്മ ഒറ്റയ്ക്കായി. മക്കൾക്ക് അമ്മ ഒന്നും നൽകിയില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും ലഭിച്ചതുമില്ല. കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ എന്ന് മിസ്സിസ് തലത്ത് പറയുന്നുണ്ട്. വർത്തമാനകാല സമൂഹത്തിൽ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമുക്ക് വ്യക്തമാകുന്നത്. കുട്ടികളെ അമ്മമാർ വളർത്തേണ്ടതുണ്ട്. അച്ഛനമ്മമാരോട് ചേർന്ന് അവരുടെ വാത്സല്യവും സ്നേഹവും ലാളനയും എല്ലാം അനുഭവിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരണം. അതിനു പകരം ഇന്ന് ജോലി തേടി ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന അച്ഛനമ്മമാർ മക്കളെ ബോർഡിങ്ങിലാക്കി വളർത്തും, ഹോസ്റ്റലിൽ നിർത്തി വളർത്തും, അവരുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. പലപ്പോഴും സ്നേഹവും ലാളനയും ഒന്നും ലഭിക്കാതെ വളരുന്ന കുട്ടികൾ, അവരുടെ മനസ്സിൽ അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹമോ ബഹുമാനമോ മറ്റു ഉത്തരവാദിത്വങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു കാഴ്ചപ്പാട് ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുകയും വളർന്നു വലുതാവുമ്പോൾ അച്ഛനമ്മമാരെ അതേപോലെ തന്നെ വൃദ്ധസദനങ്ങളിലുമാക്കും. മിസ്സിസ് തലത്തിന്റെ വാക്കുകൾ ഈ സാംസ്കാരികമായ അപജയത്തിനുള്ള മറുപടി കൂടിയാണ്. കുട്ടികളെ അമ്മമാർ തന്നെ വളർത്തണം, സ്നേഹിക്കുകയും ലാളിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യണം. എങ്കിലേ കുട്ടികൾ അമ്മയുടെ ജീവിതത്തിന്റെ ഭാഗവും അമ്മ കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗവുമായി മാറുകയും. വലിയൊരു സന്ദേശമാണ് ഈ ഒരു സന്ദർഭം പകരുന്നത്. പാഠം നൽകുന്ന ആദ്യത്തെ ഒരു സന്ദേശം ഇതാണ്: കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് അമ്മമാരാണ്. അച്ഛനോടും അമ്മയോടും ഒപ്പം അവരുടെ സ്നേഹലാളനങ്ങൾ ആവോളം നുകർന്നുകൊണ്ട് കുഞ്ഞുങ്ങൾ വളർന്നു വരണം. സ്നേഹം എന്താണെന്ന് അവർ അനുഭവിച്ചറിയണം. അമ്മയുടെയും അച്ഛന്റെയും ജീവിതത്തിന്റെ ഭാഗമായി മാറണം മക്കൾ. മക്കളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം അച്ഛനമ്മമാർ. ഈ ഒരു തിരിച്ചറിവ് ഈ കഥ നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഭാരത സ്ത്രീത്വത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നേടുന്നതിനേക്കാൾ കൊടുക്കുന്നതിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന, അതിൽ സംതൃപ്തി കണ്ടെത്തുന്ന, സന്തോഷം കണ്ടെത്തുന്ന ഭാരത സ്ത്രീത്വത്തിന്റെ പ്രത്യേകത നമുക്ക് ഈ കഥയിൽ കാണുവാനായിട്ട് കഴിയും. നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പാഠം ഇതാണ്: ഭാരത സംസ്കാരം, ഭാരതത്തിന്റെ സ്ത്രീത്വം അത് ഉയർത്തി കാണിക്കുന്നത് നേടുന്നതിനേക്കാൾ കൊടുക്കുന്നതിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു ജീവിതാവസ്ഥയാണ്. അതിൽ സന്തോഷം കണ്ടെത്തുന്നു, അതിൽ സംതൃപ്തി കണ്ടെത്തുന്നു. ഈ ഭാരത സംസ്കാരത്തിന്റെ ഈ ഒരു സവിശേഷതയെ, ഭാരത സ്ത്രീത്വത്തിന്റെ ഈ ഒരു പ്രത്യേകതയെ ഈ കഥ ഉയർത്തി കാണിക്കുന്നുണ്ട്. മറ്റൊരു പാഠം, ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ കാണുന്നു എന്നുള്ളതാണ്. ഈ കഥയിലെ ഒരു വൃദ്ധ കഥാപാത്രം മിസ്സിസ് തലത്തിനോട് ചോദിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെയാണ് കാണുന്നത്, വിചാരിക്കുന്നത്. ഇത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഭാരതത്തിൽ, ഇന്ത്യയിൽ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ കാണുന്ന സംസ്കാരമാണുള്ളത്. ഈ കഥ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം, മറ്റൊരു പാഠം അതാണ്: അച്ഛനമ്മമാര് ദൈവത്തെ പോലെ കാണേണ്ടതുണ്ട്. അതാണ് നമ്മുടെ സംസ്കാരം എന്ന തിരിച്ചറിവ് ഈ കഥ നമുക്ക് പകർന്നു തരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്: സ്നേഹത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ. രക്തബന്ധങ്ങൾക്കപ്പുറത്ത് മനുഷ്യബന്ധങ്ങളെ ദൃഢമാക്കുന്നത് സ്നേഹബന്ധങ്ങളാണ്. ഇതാണ് ഈ കഥ നൽകുന്ന മറ്റൊരു സന്ദേശം. അവസാനമായി നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് അമ്മയെന്ന സങ്കല്പം, അമ്മയെന്ന രൂപം എന്താണെന്ന് കൂടി ഈ കഥ നമ്മെ പഠിപ്പിക്കും. ഇത്തരത്തിൽ അനേക പാഠങ്ങളെ പകർന്നു നൽകുന്ന ഒരു കഥയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ വിശ്വരൂപം. വിശ്വരൂപം എന്ന ശീർഷകം ഈ കഥയുടെ മുഴുവൻ ആശയത്തെയും ഭാവത്തെയും ഉള്ളടക്കത്തെയും പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ കഥയുടെ പഠനം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കഥയുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കഥയിൽ ഇന്ന് ചർച്ച ചെയ്ത എല്ലാ വിഷയങ്ങളും നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് കൃത്യമായിട്ട് കുറിച്ചു വെക്കണം.
പാഠഭാഗം പലയാവർത്തി വായിക്കണം. അപ്പൊ വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.